ഹലോ ഫ്രണ്ട്സ്, എസ്പെർട്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു ന്യൂ ഇയർ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത തവണ വിജയിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാദ്യം നമുക്കിതുപോലൊരു ബൗള് വേണം. അപ്പം അത്യാവശ്യം നമുക്ക് കുഴയ്ക്കാനൊക്കെ ഒരു നല്ലൊരു സ്പേസ് കിട്ടുന്ന ഒരു ബൗള് വേണം. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. രണ്ട് മുട്ടയാണ് ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിക്കുന്നത്. നല്ല ഫ്ലഫി ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അതൊഴിക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം. അപ്പോൾ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഓയിലുകളൊക്കെ ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പം ഒരു സ്പൂൺ ഞാൻ ഒഴിച്ചു. ഒരു 2 സ്പൂൺ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇളക്കിയ മുട്ടയിലേക്ക് കേക്ക് മിക്സ് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ക്രസ്റ്റ് ആൻഡ് ക്രബിൻ്റെ കേക്ക് മിക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഈ ഒരു കേക്ക് മിക്സ് വാങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടും. എന്ന് വെച്ചാൽ തുടക്കക്കാർക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എപ്പോഴും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേതും കൂടെ പഠിക്കണം, യഥാർത്ഥത്തിൽ കേക്ക് ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം, അതാണ് പരിപാടി. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പാനാണ്. നമ്മുടെ എന്ത് പാനാണ്, ഞാൻ ഫ്രൈ പാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ജ്വല്ലറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സൈസ് ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ് നിറച്ച് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്, അപ്പം ആ ഗ്ലാസ് നിറച്ച് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ഇതിലേക്ക് ഇടണം. 2 സ്പൂണോ, ഇപ്പം ഞാനൊരു 1 സ്പൂണാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം. അത് നമുക്ക് അരിച്ച് അതിലേക്ക് ഇറക്കാം. ഓക്കെ, അപ്പം ഞാനിത് അരിച്ച് മാറ്റി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കണം. പല സൈഡിലേക്ക് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കി നമുക്ക് കട്ട പിടിക്കാണ്ട് ഇളക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ല രീതിയിൽ കളറുള്ളൊരു വിപ്പിംഗ് ക്രീം തന്നെ, ഒരു കൊക്കോ പൗഡറാണ്. ഈ ഒരു കളറിലാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ അതിട്ടു. ഇത് കോൺഫ്ലവർ ആണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതുകൂടി നമുക്ക് കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കാം. സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഒന്നുമില്ല. നല്ല ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതെ, നമ്മുടെ കേക്കിൻ്റെ മേളിലൊഴിക്കാനുള്ള ഒരു ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല ലുക്കുമാണ്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഓക്കെ, ഞാനിനി എടുത്തിരിക്കുന്നത് ക്രസ്റ്റ് ആൻഡ് ക്രബിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടുണ്ടാക്കിയ വിപ്പിംഗ് ക്രീമാണ്. അത് സിമ്പിളാണ്. ഇച്ചിരി വെള്ളത്തിൽ ആ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. സംഭവം എളുപ്പമാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ നടുക്ക് വെക്കാൻ. എന്തായാലും നമ്മൾ ഗനാഷ് ഒഴിക്കുകയാണല്ലോ, അപ്പോൾ ഇത് നടുക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതുപോലത്തെ പാത്രം വേണം. എന്നിട്ട് ഈ ഇങ്ങനെ ഒന്ന് അടക്കിയെടുക്കണം. സിമ്പിളായിട്ട് അടുപ്പത്ത് ഇങ്ങനെ ഒന്ന് എടുത്താണ് ചെയ്തത് ഞാൻ. ഇത് പകുതിയായിട്ട് മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സെൻറ്റർ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു അളവിൽ നമുക്ക് ഇങ്ങനൊരു വെട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ ചെറുതായി പോയല്ലോ, അത്രയേ ഉള്ളൂ. ഇങ്ങനെയും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇത് ചെയ്യുന്നത്. നമുക്കത് പൊട്ടി വെച്ചിട്ട് ഇതൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ചുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അപ്പം ഞാനൊരു പേപ്പർ വെച്ചു. ഇനി നമുക്കിതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഇപ്പം ഞാനൊഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത്തിരി കൂടിപ്പോയി, അത് കുഴപ്പമില്ല. നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് പിടിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറിൽ നമ്മൾ നന്നായിട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. നമുക്കിനി ബട്ടർ പേപ്പറൊന്നും വാങ്ങിച്ച് കഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ബാക്കി എണ്ണയൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് ചരിച്ച് കളഞ്ഞാൽ മതി. ഇത്
ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം. ഞാൻ ഓവനിലൊന്നും അല്ല ചെയ്യുന്നത്, ഞാൻ നമ്മുടെ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുക്കർ കുറച്ച് നേരം പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് കേട്ടു, ഇത് നമ്മുടെ ബാറ്ററാണ്. അപ്പോൾ ഇതിനി നമുക്ക് നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം താണ്ട് ഇവിടെ ഉണ്ട്, ഒരു ചെറിയ ചൂടുണ്ട്, വളരെ ചെറിയ ചൂട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇവനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊരു റിബൺ പരുവത്തിലാണല്ലോ, അതുകൊണ്ട് ടാപ്പ് ചെയ്യുമ്പോൾ ഇത് സൂക്ഷിച്ച് ടാപ്പ് ചെയ്യണം. അതായത് നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് വെളി കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഇത് ടാപ്പ് ആകത്തുള്ളൂ. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം പോവേണ്ടതാണ്. പിന്നെ നമ്മുടെ പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പിടണം. ഉപ്പിടുന്നതാണ് നല്ലത്. കല്ലുപ്പ് ഇട്ടപ്പോൾ എൻ്റെ ഒരു പാത്രം നശിച്ചു പോയി. അപ്പം അത് ഒന്ന് അടച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ പാത്രവും അതിൻ്റെ അകത്ത് വെച്ചായിരുന്നു കേട്ടോ ചെയ്തത്. അന്നത്തോട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് അത് അതിനകത്തേക്ക് വെച്ചു. അപ്പോൾ ഇനി ഇത് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാവും. ഇനി നമുക്ക് വേറെ സോസ് പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിപ്പോൾ 3 സ്പൂൺ ഇട്ടു, 4, 5, 6, 7 സ്പൂണാണ് ഞാൻ ഇപ്പോൾ പഞ്ചസാര ഇട്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഷുഗർ സിറപ്പാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് കട്ട് ചെയ്യാണ്ട്, ജസ്റ്റ് ഒന്ന് ആ ഒരു മധുരമുള്ള സംഭവം. അപ്പോൾ അത് അതിൻ്റെ ഫൈനൽ ലുക്കും ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്നൊക്കെ. എനിക്ക് കണ്ടിട്ട് റെഡിയായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് കുത്തി നോക്കാം. ഓക്കെ, സൈഡ് വെന്തിട്ടുണ്ട്. നടുക്ക് കുത്തി നോക്കാം. നടുക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനിപ്പോൾ സ്പഞ്ച് നമുക്ക് 4 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് അകത്ത് വെക്കാനുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഒരു ചെറിയ ലൂസിലാണ് ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ സ്പ്രൈറ്റ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട, പഞ്ചസാര പാനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്, മണ്ടലൊരു ഹോളൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് അത് ഒന്ന് മറിച്ച് വയ്ക്കുക, തിരിച്ച് വെച്ചിട്ട് നമ്മുടെ സ്പഞ്ച് എടുത്ത് വയ്ക്കുക. അതിലേക്ക് ഇച്ചിരി ഷുഗർ സിറപ്പ് ഇടുക. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് അന്നത്തെ തന്നെ പോകുന്നുണ്ട്. നമ്മൾ സ്പൂണിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും അങ്ങ് അകത്തേക്ക് പോകുന്നില്ല. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയ പാക്കായിരുന്നു, അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അപ്പോഴെന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ സൈഡിൽ നിന്നായിരുന്നു ആ വിപ്പിംഗ് ക്രീം വരുന്നത്. അപ്പോൾ അത് തേക്കണം. പിന്നെ അതിൻ്റെ മണ്ടയിൽ വീണ്ടും അടുത്ത ലെയർ വെക്കണം, ഷുഗർ സിറപ്പ് വെക്കണം, അടുത്ത ലെയർ, അങ്ങനെ 4 ലെയറും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വന്നായിരുന്നു. അത് ഞാൻ സൈഡിൽ തേച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇതിപ്പോൾ അവസാനത്തെ ലെയറാണ്. അവസാനത്തെ ലെയറും വെച്ച് അതിൻ്റെ മണ്ടയിലേക്ക് ഷുഗർ സിറപ്പ് മാത്രമാണ് ഞാൻ ഒഴിച്ചത്. വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചില്ല, കാരണം നമ്മൾ എന്തായാലും ഗനാഷ് ഒഴിക്കുകയല്ലേ. അപ്പോൾ ഇനി അതെല്ലാം കൂടെ കൂട്ടി മിക്സ് ആയാലെന്ന് കരുതിയിട്ടാണ്. ഇനി ഒരു പാത്രം എടുത്തിട്ട്, നമ്മുടെ ഈ ഒരു കേക്കൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു സ്ലൈഡ് കിട്ടത്തില്ലേ, അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്കിപ്പോൾ കടയിലൊക്കെ കിട്ടും. ഇതെൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ബോർഡായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ നമ്മുടെ ആ ഒരു കേക്ക് തേച്ച് വെച്ചേക്കുന്ന പാത്രം വയ്ക്കുമ്പോൾ നമുക്കൊരു റൊട്ടേറ്റിംഗ് ടേബിൾ കിട്ടും. അപ്പം അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി നമ്മുടെ ആ ചോക്ലേറ്റ് ഗനാഷ് എടുത്ത് അതിലേക്ക് ഒഴിക്കുകയാണ് പരിപാടി. അപ്പം അതിത്തിരി പാടല്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഒലിച്ച് താഴോട്ട് പോകാൻ തന്നെ നിങ്ങൾ വെക്കുക, അല്ലാതെ ഇച്ചിരിയേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇത് ബാക്കി ഒരു താഴോട്ട് ഒഴിച്ച് നമ്മൾ ആ ഒരു ബോഡി വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ബോഡി ചെന്ന് വീണോളും. പിന്നെ നമുക്കത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിത് ബാക്കി വരുമ്പോൾ മിക്കവാറും ചെയ്യുന്നത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കും, ചിലപ്പോൾ ജാർ കേക്ക് ഉണ്ടാക്കും, അങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഞാൻ ഒരു തവണ അതെല്ലാം ഇട്ടു. ഇനി രണ്ടാമത്തെ തവണ തൊടാതെ അതിനകത്തേക്ക് ഇടുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ തൊടാതെ മീൻസ് നമ്മൾ ആ ഒരു പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയല്ലേ,
അവിടെ അടുത്ത വട്ടം ഞാൻ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കേക്കിൻ്റെ മണ്ടയിൽ റെഡിയായി. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ചെയ്യുന്നില്ല, എൻ്റെ മണ്ടയിലേക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെക്കുകയാണ്. ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ തന്നെ ചെറിയൊരു ടൈപ്പ് ഫ്ലവറാണ്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ പല നിറത്തിലുണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ കളറുണ്ട്. അപ്പം ഞാനൊരു മൂണിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ് ഇത് വെച്ചത്. പിന്നെ നമ്മുടെ പുതിനയിലയില്ലേ, അതും കൊണ്ടുവച്ചു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഇല എടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീമിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ട് ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുത്തിട്ട് 2021 എഴുതി. ഞാൻ ന്യൂ ഇയറിന് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഈ കേക്ക്. നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യുന്നത് നല്ല ഭംഗിയാണ്, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ അമ്മയുടെ ഈ ഒരു ഐഡിയ ആയിരുന്നു ഈ വിപ്പിംഗ് ക്രീമിൽ കുറച്ചുകൂടെ പാല് ചേർത്തിട്ട് 2021 ഇടുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല കേക്കായിരുന്നു. ഞാൻ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ക്രിസ്റ്റൽ ക്രബിൻ്റെയാണ്. വിപ്പിംഗ് ക്രീം, കേക്ക് മിക്സ്, കൊക്കോ പൗഡർ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.